ഒരു മഹാപ്രളയം കാടിനെ വിഴുങ്ങുന്നു. ഒരു പൂച്ച, പട്ടി, ലീമ്, സെക്രട്ടറി ബേർഡ്, ക്യാപ്പവര എന്നിവർ ഒരു പായ്ക്കപ്പലിൽ ലക്ഷ്യമില്ലാത്ത ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടെന്നുള്ള യാത്രയല്ല, ജീവന് വേണ്ടി മാത്രമുള്ള ഒരു യാത്ര. ജീവിക്കാനൊരു കര കാണും വരെ നീളുന്നത്. അവർക്ക് പരസ്പരം സംസാരിക്കാൻ ഭാഷയില്ല. അവരെ ചേർത്തൊട്ടിക്കുന്നത് സഹാനുഭൂതിയാണ്. ആ കപ്പലിൽ കുടുങ്ങിയിരിക്കുന്നത് മനുഷ്യനാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ മനുഷ്യത്വം എന്ന് എഴുതി പോയേനെ. ആ വാക്കിനെ സഹാനുഭൂതി എന്ന തർജ്ജമയിലേക്ക് മാറ്റി എഴുതാൻ പഠിപ്പിച്ചതിന് സിനിമയോട് ഞാൻ നന്ദി പറയുന്നു. സിനിമയുടെ ഭാഷ ദൃശ്യഭാഷയാണ്. ശബ്ദം ആ ജീവികളുടെ ശബ്ദങ്ങളാണ്. കാടിൻ്റെയും കരയെ വിഴുങ്ങുന്ന വെള്ളത്തിൻ്റെതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ ഒരു പ്രത്യേക ഭാഷയിലുള്ള പ്രാവീണ്യമോ സബ്ടൈറ്റിൽ തിരഞ്ഞു പോകാനുള്ള പെടാപ്പാടോ ആവശ്യമായി വരില്ല. ഈ കഥയും അത് പറയുന്ന ഭാഷയും യൂണിവേഴ്സലാണ്. ഏത് പ്രായത്തിലുള്ളവരുടെയും ഏത് കാലത്തിലുള്ളവരുടെയും ഏത് ദേശത്തിലുള്ളവരുടെയും ഭാഷയിലേക്ക് സ്വയം പരിഭാഷപ്പെടാൻ സാധിക്കുന്ന ഒരു ഓഡിയോ വിഷ്വൽ വണ്ടറാണ് ഗിൻസെൽ ബ്രദേഴ്സിന്റെ സ്ട്രൗമെ അഥവാ ഫ്ലോ. പൂർണ്ണമായും ബ്ലെൻഡർ എന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ചെയ്തെടുത്ത ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷനാണ് ഫ്ലോയുടേത്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അക്കാഡമി അവാർഡ് നേടുന്ന ആദ്യത്തെ ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷനും ഓസ്കർ നേടുന്ന ആദ്യ ലാറ്റ്വിൻ ചിത്രവുമാണ് ഫ്ലോ. ആകെ മൊത്തം ചിത്രത്തിന് പിന്നിൽ 20ഓളം ആളുകൾ മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതും ഒരേ സമയം ഒരുപക്ഷെ 4-5 പേർ മാത്രം. മേൽ പറഞ്ഞതൊന്നും പരിമിതികളായി കാണാതെ കുറഞ്ഞ റിസോഴ്സസ് കൊണ്ട് എങ്ങനെ ഒരു ചിത്രം പൂർത്തിയാക്കാമെന്നത് സിൽബലോഡ് തൻ്റെതായ രീതിയിൽ പോകും വഴി കണ്ടെത്തി. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകം എന്നൊക്കെ പറയാവുന്ന ഒരു പ്രകൃതിയിലാണ് കഥ നടക്കുന്നത്. മൃഗങ്ങൾ മാത്രമുള്ള ഇടങ്ങൾ, നശിച്ച മനുഷ്യനിർമ്മിതികൾ. ആ ലോകം നിർമ്മിക്കാൻ, അത് വിശ്വസനീയമാക്കാൻ ആദ്യത്തെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ചിത്രത്തിനാകുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ് വെള്ളമാണ്. ഭൂമിയെ വിഴുങ്ങിക്കളഞ്ഞ ആ കുത്തൊഴുക്കിലാണ് കഥ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ സിമുലേഷൻ ആർട്ടിസ്റ്റ് മാർട്ടിൻസ് ചിത്രത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബ്ലെൻഡർ അറിയാത്ത ഒരാൾ ഫ്രം സ്ക്രാച്ച് പഠിച്ചെടുത്ത് നിർമ്മിച്ചെടുത്ത് ക്യാനിലും ഓസ്കറിലും ഒരേപോലെ തിളങ്ങിയ ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങൾ ഒരുപക്ഷെ ആനിമേഷൻ വിദ്യാർത്ഥികൾക്കും എന്തൂസിയാസിനും പഠന വിഷയമാക്കാവുന്നതാണ്. ബ്ലെൻഡറിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ 2024 ബ്ലെൻഡർ കോൺഫറൻസിൽ ചിത്രത്തിന്റെ അനിമേഷൻ ഡയറക്ടർ ലിയോ വിശദമായി പറയുന്നുണ്ട്. ചിത്രത്തിന്റെ ഒരു കേസ് സ്റ്റഡി എന്ന പോലെ അഭിമുഖങ്ങളും വിശദാംശങ്ങളും blender.org എന്ന വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആദ്യമേ പറഞ്ഞ പോലെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ലാറ്റ്വിയക്കാർക്കോ മലയാളികൾക്കോ എന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ചിത്രമല്ല ഫ്ലോ. അതിൻ്റെ യൂണിവേഴ്സാലിറ്റി നിലനിൽക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ സയൻസിനെ ട്വീക്ക് ചെയ്യാത്തതിനാലാണ്. ഫാൻറ്റസി കൊണ്ടുവരുമ്പോഴും എത്രമാത്രം ഫാൻറ്റസി ആകാമെന്നതിന് ഒരു നേർത്ത വര അണിയറ പ്രവർത്തകർ വരച്ചു വെച്ചിട്ടുണ്ട്. കഥ മുന്നോട്ട് പോകുന്തോറും സിനിമയുടെ ഒഴുക്കിലേക്ക് നമ്മളെ വലിച്ചിട്ട് ആ വര പതിയെ കാഴ്ചക്കാർ അറിയാതെ മായ്ച്ചു കളയാനും ചിത്രത്തിനായിട്ടുണ്ട്. ഫാൻറ്റസി അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നത് പ്രേക്ഷകർ ഒരുപക്ഷെ തിരിച്ചറിയുന്നത് സെക്രട്ടറി ബേർഡിൻ്റെ അവസാന ഷോട്ടിലാകണം. ആ ഷോട്ടിലെത്തുമ്പോഴേക്കും കഥ വായിക്കാനുള്ള പേന കഥാകാരൻ പ്രേക്ഷകർക്ക് കയ്യിൽ നൽകുന്നുണ്ട്. ആ ഷോട്ട് എന്തെന്നോ അതിൽ എൻ്റെ വായന എന്തെന്നോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കാണുന്ന കഥ സെൽബലോഡിസ് പോലും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, നിങ്ങൾ നൽകുന്ന ശൈലിയിൽ, നിങ്ങളുടെ ബോധ്യത്തിൽ നിങ്ങൾ കാണുന്ന കഥയ്ക്ക് ആരും തടയിടില്ല. മറ്റൊരാളുടെ കാഴ്ചയ്ക്ക് നിങ്ങളുടെ ഭാഷ നൽകരുതെന്ന സ്വാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട് താനും. ഒരു ഓഡിയോ വിഷ്വൽ വണ്ടർ ആശംസിച്ചുകൊണ്ട് ഫ്ലോ അവർ നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നു. അത് ഏറ്റുവാങ്ങുക. ഒരു പൂച്ച, ഒരു പട്ടി, ഒരു ലീമ്, ഒരു ക്യാപ്പവര, ഒരു സെക്രട്ടറി ബേർഡ്, പിന്നെ നിങ്ങൾ എന്നിവർ ഒരു യാത്ര പോകുന്നു. ജീവിക്കാൻ ഒരു കര കിട്ടും വരെ.